നമ്മുടെ ഈ വർഷത്തെ ഓണം റെസിപ്പീസിൻ്റെ ഏറ്റവും അവസാനത്തെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ക്യാരറ്റ് പായസം, കിടിലൻ പായസമാണ്. ഞാൻ ഒരു വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുന്ന് കഴിച്ചതായി പായസം. അന്ന് എൻ്റെ നാക്കി പിടിച്ച ടേസ്റ്റാണ്. അപ്പം തന്നെ ഞാനതിൻ്റെ റെസിപ്പി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. കൂടെ ഞാനിത് വെക്കും. നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഷെയർ ചെയ്യണം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പം വിചാരിച്ചു ഓണം വരട്ടെ, അപ്പോഴത്തേക്ക് ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു. നല്ല ക്രീമി ടെക്സ്ചറിൽ, നല്ല ഈ പാൽഗോവയുടെയൊക്കെ ഒരു ഫീലുള്ള നല്ലൊരു പായസമാണ് കേട്ടോ. വെക്കാനും എളുപ്പമാണ്. ആദ്യമായിട്ട് ഒരു ഉരുളിയിൽ നമ്മൾ കുറച്ച് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ 1/2 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഉരുളിയിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യാനുസരണം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് നെയ്യൊന്നും ഇതിന് വേണ്ട. അല്പാൽപമായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ തീ കൂട്ടി വെക്കരുത്. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് സമയമെടുത്ത് കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റുന്ന ആ സമയം മാത്രമേ ഉള്ളൂ ഈ പായസം വെക്കാനുള്ള ഒരു സമയം എന്ന് പറയുന്നത്. അതിങ്ങനെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് അല്പം കൂടെ നെയ്യ് ആവശ്യം വന്നാൽ ഒന്ന് ചുറ്റി ഒന്ന് ഒഴിച്ചു കൊടുത്തോളുക. ഇനി നന്നായിട്ടൊക്കെ ഒന്ന് ആ ക്യാരറ്റിനകത്തുള്ള റോ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് അത് കുറച്ച് അല്പം ഇങ്ങനെ പിരുന്നിങ്ങനെ വരുന്ന ആ ഒരു ടെക്സ്ചറിൽ വരണം. ഇപ്പോൾ ദേ നന്നായിട്ട് വഴണ്ടൊക്കെ വരുന്നുണ്ട്. ആ റോ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പിരുന്ന് ദേ ഇങ്ങനെ വരുന്നുണ്ട്. ദേ കണ്ടോ, ഈ പരുവാണ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ 1/2 കിലോ ക്യാരറ്റിന് 1 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊരു 1/4 ലിറ്റർ പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാലും ഈ ക്യാരറ്റും ആ നെയ്യും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് വഴണ്ട് വരണം. ഇടയ്ക്ക് നമുക്കൊരല്പം നെയ്യ് ആവശ്യമായിട്ട് വരും. അത് ഒരു ടീസ്പൂണിലൊക്കെ ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഇനി ഈ തവിയുടെ മൂട് കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അങ്ങനെ കുത്തിയിട്ട് ഉടച്ച് കളയൊന്നും ചെയ്യരുത് കേട്ടോ. ഒന്ന് ചതഞ്ഞാൽ മതി. എന്തിനാന്ന് വെച്ചാൽ ഈ പാലൊക്കെ ആ ക്യാരറ്റിനകത്തോട്ട് അങ്ങ് ഇറങ്ങി പിടിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം അത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതേ കണ്ടില്ലേ, ഈ പരുവാണ്. ഇപ്പോൾ നന്നായിട്ട് അതെല്ലാം കൂടെ മിക്സായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര. ഞാനിപ്പോൾ ഇതിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ മിൽക്ക് മെയ്ഡ് അത് ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മധുരം നോക്കിയും കണ്ടുമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ഇടുമ്പോൾ എന്താകും, പിന്നെയും അതൊന്നുകൂടെ വെള്ളമാകും പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട്. അത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പാലൊഴിച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ 250 മില്ലി ലിറ്റർ പാൽ ഒഴിച്ചു. ഇനി ഒരു 750 മില്ലി ലിറ്റർ പാൽ ഇരിപ്പുണ്ട്. അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് തിളയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ കപ്പിന് 1 കപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് പറഞ്ഞില്ലേ, മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒഴിച്ചില്ലെങ്കിൽ ഒരല്പം കൂടെ പാല് കൂടുതൽ ഒഴിച്ചാൽ മതി, അതിൻ്റെ ആ ടേസ്റ്റ് വരും. പക്ഷേ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ നമുക്കറിയാലോ, ഒരു സാധാരണ നല്ലൊരു ഫ്ലേവറും ഒരു എക്സ്ട്രാ ടേസ്റ്റും ഒക്കെയാണ് അത് മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോൾ. ഇനി അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുവട്ടെ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ അല്പം വെള്ളമായിട്ട് വേണം ഓഫ് ചെയ്ത് വെക്കാൻ. കാരണം ഇത് ഇരുന്ന് കുറേ കുറുകും. ഈ ചവ്വരിയുടെയൊക്കെ ആ ഒരു കൊഴുപ്പുണ്ടല്ലോ, അതും കൂടെ ചേരുമ്പോഴത്തേക്ക് പായസം ഇരുന്നിരുന്ന് നന്നായിട്ട് അങ്ങ് കുറുകും. അപ്പോൾ ഒരല്പം വാട്ടറി ആയിട്ടുള്ള പരുവത്തിൽ ഇറക്കി വെച്ചാൽ നമ്മൾ കഴിക്കാനൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല ഒരു പാകമായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. ഇനി നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തിട്ട് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കിടിലൻ പായസമാണ് കേട്ടോ. ഞാൻ ചുമ്മയൊന്നും പറയുമല്ല, നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു പാൽഗോവയുടെയും ആ ഒരു ക്യാരറ്റ് ഹൽവയുടെ ഒക്കെ ഒരു ടേസ്റ്റുള്ള ഒരു പായസമാണ്. അപ്പോൾ ഓണമായിട്ട് ഈ ഓണത്തിന് ഈ ഒരു പായസം, വെറൈറ്റി പായസമല്ലേ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ കമൻസ് ഒക്കെ അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തിരുവോണം ആശംസിക്കുന്നു. ബൈ.